ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതുകൊണ്ടിപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് നാം വായിക്കുന്നു. ശിക്ഷാവിധി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നാം പാപം ചെയ്തു ജീവിച്ചവരാണല്ലോ. ആ ജീവിച്ച ജീവിതത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മളുടെ അനുഭവിക്കേണ്ട ശിക്ഷകൾ, പാപത്തിനും രോഗത്തിനും ലോകത്തിനും നാം പാപികളായിരുന്നപ്പോൾ നമ്മുടെ പാപമെല്ലാം യേശു ക്രിസ്തു ഏറ്റെടുത്ത് കർത്താവ് നമ്മളുടെ ശിക്ഷാവിധിയെ മാറ്റുവാൻ, രക്ഷ തരുവാൻ, വിടുതൽ തരുവാൻ കർത്താവ് നമുക്ക് പകരമായി ക്രൂശിൽ യാഗമാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ക്രൂശിലെ യാഗം മറക്കാതെ, ദൈവകൃപയിൽ നാം കർത്താവിനെ വീണ്ടും ക്രൂശിക്കാതെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിയും കർത്താവിൽ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന വേളകൾ എവിടെ കിട്ടുമോ അവിടെയെല്ലാം ദൈവസ്നേഹം പ്രദർശിപ്പിച്ച് സ്നേഹത്തിലും പ്രത്യാശയിലും വിശുദ്ധിയിലും കൃപയിലും നിൽക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കി തരേണ്ടതിന് നമുക്ക് വേണ്ടി ക്രൂശിതനായി അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി ദൈവകൃപയിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഓരോ ദിവസത്തിൻ്റെയും ദോഷങ്ങളുണ്ടാകാം. ആ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറ്റാതെ സൂക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് നമുക്ക് ശിക്ഷാവിധിയില്ല, കർത്താവ് അത് മാറ്റിയിരിക്കുന്നു. ന്യായവിധി ഉണ്ടാകാം, അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധിയാണ് ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കി കൃപയിൽ നിൽക്കണമെന്ന് പ്രത്യേകാൽ ദൈവത്തിൻ്റെ ജനത്തോട് ഓർപ്പിക്കട്ടെ. ദൈവവചനം നമുക്ക് അനുഗ്രഹിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് നമ്മെ ഇത്രത്തോളം നടത്തി, ഇനിയും നടത്തുവാൻ ശക്തൻ. കർത്താവിൻ്റെ കരുണ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നാം ക്രിസ്തു യേശുവിൽ ഉള്ളവരാണെന്ന് മനസ്സിലാക്കുക. നാം ക്രിസ്തു യേശുവിലുള്ളവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്. ക്രിസ്തു യേശുവിനെ വിളിക്കുകയും അതിലൂടെ നടക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർ ക്രിസ്തു യേശുവിൻ്റെ ആൾക്കാരാണോ എന്നറിയത്തില്ല. കർത്താവ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവത്തിലും യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലും യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ നാം ആയിരിക്കുക. എന്താണ് കർത്താവിൻ്റെ സ്വഭാവ മനോഭാവങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ദൈവവചനത്തിലൂടെ വായിച്ചറിയാൻ പറ്റുന്നതെങ്കിൽ വായിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം നമ്മൾ തന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കണം. പഴയ സ്വഭാവത്തിൻ്റെ ഉടമകളാകാതെ പുതിയ സ്വഭാവത്തിൻ്റെ ഉടമകളായി, ക്രിസ്തുവിലുള്ള സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണണം. നാം നടക്കുന്ന നടപ്പ് ക്രിസ്തുവിൻ്റെ നടപ്പായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളായിരിക്കണം. സ്വന്തം വീട്ടിൽ തന്നെ നമുക്ക് സാക്ഷ്യമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ പറഞ്ഞ, നിൻ്റെ ദാസനും എൻ്റെ ഭർത്താവും യഹോവ ഭക്തനായിരുന്നു. അതെ, ആ സാക്ഷ്യം സ്വന്തം ഭാര്യ പറയട്ടെ, മക്കൾ പറയട്ടെ, ഭർത്താവ് പറയട്ടെ, ഭാര്യ പറയട്ടെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദൈവസന്നിധി നമ്മുടെ നല്ല സാക്ഷ്യം എല്ലാവരും പറയണമെങ്കിൽ നാം ആ സ്വഭാവത്തിൽ നടന്ന് ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കൊരു വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിക്കും. കർത്താവിൻ്റെ കൃപ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇരിക്കും. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ആണ് നാം ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിനെ വിട്ടൊരു ജീവിതമില്ല. എൻ്റെ ചിന്തകൾ പോലും, എൻ്റെ നോട്ടം പോലും, എൻ്റെ കേൾവി പോലും, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ വിചാരങ്ങൾ, എൻ്റെ നടപ്പെല്ലാം യേശു ക്രിസ്തുവിലാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ തന്നെ ജീവിക്കുക. അങ്ങനെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു കൊള്ളുക. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അന്ധകാര ശക്തിയുടെ കയ്യിൽ നിന്നും, പാപ സ്വഭാവത്തിൽ നിന്നും, ലോകമോഹത്തിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നമ്മെ വിടുവിച്ച് രക്ഷിച്ച രക്ഷയുടെ ആ സ്നേഹം നമ്മൾ ഓർക്കുക. ദൈവകൃപയിൽ നാം നിൽക്കുക. പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായി സഹായമായി കൂടെയുണ്ട്. എന്നും അന്നും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചവരാണെങ്കിൽ, എന്നാണോ രക്ഷിക്കപ്പെട്ടെ അന്ന് മുതൽ ഇന്ന് വരെ നമുക്കൊരു മുട്ടില്ലാതെ നടത്തിയ ദൈവത്തിനും സ്നേഹത്തിനും കരുതലിനുമായി സ്തോത്രം ചെയ്തുകൊണ്ട് ഓർക്കുക, ക്രിസ്തു യേശുവിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ശിക്ഷാവിധിയെ മാറ്റിത്തന്ന ദൈവത്തിന് നന്ദി പറയാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.